ചിന്നപ്പദാസ് കേട്ടോ. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വലത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി. നേരെ നോക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ സ്പീഡിന് പോയാൽ മതി. കിടക്കുന്ന സ്പീഡിന് പോകല്ലേ കേട്ടോ. തേർഡ് ഗിയറിൻ്റെ സ്പീഡ് എത്ര 20-നും 30-നും ഇടയ്ക്കാം കേട്ടോ. അല്ല ചുമ്മാ ഗിയർ ഇട്ടൊന്നും വേണ്ട, ആക്സിഡൻറ്റ് കൂട്ടിക്കൊടുത്ത് പോയേക്കല്ലേ. സൈൻ ബോർഡ് നോക്കി പോകണം. അടുത്തുള്ള വളവുണ്ട്. ഒപ്പ് കിലോമീറ്റർ സ്പീഡ്. അപ്പോൾ ഏത് ഗിയർ നോക്കോട്. വളവിൽ ആക്സിഡൻറ്റ് കൊടുക്കാമോ? എന്നാൽ ബ്രേക്ക് കാലം ഈ ചുമല ലൈനിലും കയറില്ല, മഞ്ഞ ലൈനിലും കയറില്ല കേട്ടോ. കറക്റ്റായിട്ട് രീതിയിൽ തന്നെ വണ്ടി കൊടുക്കണം. വണ്ടി കിടക്കണ്ടോ, ഇൻഡിക്കേറ്റർ കിട്ടണ്ടോ, ഒന്ന് ഓൺ അടിച്ചാൽ വണ്ടി ശ്രദ്ധ. അവിടെ ബ്രേക്കിൽ കാല് വരണ്ട കേട്ടോ. അവിടെയൊക്കെ ആ ലോറിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരാളെ ഇപ്പം എടുത്ത് ചാടാനൊക്കെ സാധ്യതയുണ്ട് ആ രീതിയിൽ കേട്ടോ. കാല് കാലെടുക്കുമ്പോൾ വണ്ടി പുറകോട്ട് വലിക്കേണ്ട എന്നാ അതിൻ്റെ അർത്ഥം. നമ്മൾ കിടക്കുന്ന ഗിയറിനേക്കാളും വലിയ അതിനേക്കാളും കൂടിയ സ്പീഡിനാണ് വണ്ടി പോകണമെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. മനസ്സിലായോ? ഇങ്ങോട്ട് പിടിച്ച് പോകാം. ഒരു വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ ഗിയർ എന്നാ ചേഞ്ച് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗിയറൊന്നും വെച്ചേക്കില്ല, നേരെ തന്നെ വണ്ടി നോക്കണം. ബ്രേക്ക് കാലം വന്നു ഓടിക്കണ ധൈര്യമായിട്ടാണ് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത്. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തി കേട്ടോ. ഇവിടെ നിർത്തിക്ക്. ആക്സിഡൻറ്റ് എടുക്കാൻ ബ്രേക്ക് അടിക്കും. ഫസ്റ്റ് വേണ്ട, ഫസ്റ്റ് ഇട്ട് ഒതുക്കുക. ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ടെൻഷനുണ്ട്.